ഹായ് ഡിയർ സ്റ്റുഡൻസ്, CS 19 പോവാം. ഏതാണ്? ജോയിൻ കോസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ജോയിൻ കോസ്റ്റ് നമുക്കൊരു ചാപ്റ്ററായിട്ട് പഠിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല മക്കളെ. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചിട്ടുണ്ടാവും. ഞാനതൊന്നും കൂടെ എന്ത് ചെയ്യാം, റിമൈൻഡ് ചെയ്യാം. ഓക്കെ. നമുക്കറിയാം, ഒരു ജോയിൻ കോസ്റ്റിൽ നിന്നാണ് ജോയിൻറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് അല്ലേ. ജോയിൻറ്റ് കോസ്റ്റ് എന്നുള്ള വാക്കിൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, പ്ലസ് ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. ഈ പറയുന്ന ജോയിൻറ്റ് കോസ്റ്റുകൾ ഹൗ ഡു വി ട്രീറ്റ് ദിസ് joint cost will be deals with CAS 19. CAS 19 നമ്മൾ പഠിക്കുമ്പോൾ ആ CAS 19 പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ജോയിൻറ്റ് കോസ്റ്റ് ജോയിൻറ്റ് പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ജോയിൻറ്റ് പ്രൊഡക്റ്റ് XYZ എന്താ ഇപ്പോൾ ഉദ്ദേശം? പെട്രോളിയം കമ്പനികളിൽ ക്രൂഡ് ഓയിലാണ് ബേസ്. ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്ന പെട്രോളിയം പ്രൊഡക്റ്റുകൾ, പെട്രോളും ഡീസലും കെറോസിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ വരുന്ന ജോയിൻറ്റ് കോസ്റ്റ് ഇപ്പോൾ 2 lakh ഉണ്ട്. ഈ 2 lakh എക്സിനും വൈനും ഇസഡിനും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണത്. CAS 19 ഈസ് നോൺ ആസ് ജോയിൻറ്റ് കോസ്റ്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സാറ് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് സാർ. കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ CAS 19 പ്രകാരം തന്നെയാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ആണ്, ചിലതൊക്കെ എന്തല്ല അല്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിച്ചില്ലേ, അല്ലെങ്കിൽ പഠിക്കാനുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്തുണ്ടായിരുന്നു, കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു പലതും അല്ലേ. ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വേൾഡ് വൈഡാണ്. ഗ്യാപ്പ് എന്ന് പറയും, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇത് വേൾഡിൽ എല്ലായിടത്തും എന്ത് ചെയ്യും, ഷാറ്റർഡായി കിടക്കുന്നതാണ്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇത് AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അതേപോലെ തന്നെ കോസ്റ്റിംഗ് വാസ്റ്റാണ്. കോസ്റ്റിങ്ങിന് യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്, CAS അതിൽ തന്നെ ജോയിൻറ്റ് കോസ്റ്റിൽ നമ്മൾ പലതരത്തിലുള്ള ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, റിവേഴ്സ് കോസ്റ്റ് മെത്തേഡും യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടും നെറ്റ് റിയലൈസബിൾ വാല്യൂലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ CASലേക്ക് വരുമ്പോൾ അവർ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായും ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുമ്പോൾ ഈ CASൽ പറയുന്ന അത് ഏതാണെന്നൊന്നും നമുക്കിപ്പോൾ പഠിക്കാറില്ല, പറയുന്ന മെത്തേഡുകളും ഭാവത്തിലും രൂപത്തിലും വേണം അതിന് ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. ഇപ്പോൾ തിയറി ഇവിടെ എന്താ പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്താണ്, യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഇതിനടുത്ത ക്ലാസിഫിക്കേഷൻ മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ദോസ് റിക്വയറിങ് അറ്റസ്റ്റേഷൻ. ഓക്കെ. അപ്പോൾ ജോയിൻറ്റ് കോസ്റ്റ് എന്താണെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലാത്തവർക്ക് ജോയിൻറ്റ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.